ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് സെക്കൻഡ് മോഡ്യൂളിലെ ഏറ്റവും ലാസ്റ്റ് പോർഷനാണ് പഠിക്കുന്നത്. ഇനി ഇതിനിടയ്ക്ക് ഓപ്പറേഷൻസ് ഓൺ പ്രോസസ്സസ് എന്നും ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻസ് എന്നുള്ള രണ്ട് ടോപ്പിക്ക് പെൻഡിങ് കിടപ്പുണ്ട്. അതിൽ ഓപ്പറേഷൻസ് ഓൺ പ്രോസസ്സാണ് നിങ്ങൾക്ക് ഞാൻ സെമിനാർ തന്നത്. അത് കമ്മിങ് വീക്ക് നമ്മളെടുക്കും. പിന്നെ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷനും കൂടെ അത് ഞാൻ പഠിപ്പിക്കും. ഓക്കെ, സോ ലാസ്റ്റ് പോർഷൻ, ഈ മോഡൽ ലാസ്റ്റ് പോർഷൻ നമുക്ക് പഠിക്കാമെന്ന് മൾട്ടി പ്രോസസ്സർ ഷെഡ്യൂളിംഗ്. ഇതിൽ വരുന്നത് കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടത്, അതായത് മൾട്ടി കോർ ഇഷ്യൂസ്, പ്രോസസ് അഫിനിറ്റി, ലോഡ് ബാലൻസിങ് ഒക്കെയാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ എന്താണ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പ്രോസസ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി ഓഫ് ദ പ്രോസസ് മാനേജർ ദാറ്റ് ഹാൻഡിൽസ് ദ റിമൂവൽ ഓഫ് റണ്ണിംഗ് പ്രോസസ്സസ് from the CPU and selection of another process on the base of a particular strategy. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോസസ്സർ റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ റണ്ണിങ് പ്രോസസ്സറിനെ നമ്മൾ മാറ്റിയിട്ട് വേറൊരു പ്രോസസ്സിനെ എടുത്ത് കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. സോ ഷെഡ്യൂളിംഗ് ചെയ്യാനായിട്ട് നമുക്ക് ജോബ് ക്യൂയിൽ നിന്ന് നമ്മുടെ ഷോർട്ട് ടേം ഷെഡ്യൂളർ അല്ലെങ്കിൽ മീഡിയം ടേം ഷെഡ്യൂളർ റെഡി ക്യൂയിൽ കൊണ്ടുവയ്ക്കുന്നതിൽ ആ ക്യൂവിൽ റെഡി ആയിട്ടുള്ള പ്രോസസ്സുകളാണ് കാണുന്നത്. അതിൽ നിന്നൊരു പ്രോസസ്സിനെയാണ് CPU നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നത്. സോ ആ പ്രോസസ് ഓഫ് സെലക്ടിങ് എ പ്രോസസ് ഫ്രം ദ റെഡി ക്യൂ ഈസ് നോൺ ആസ് ഷെഡ്യൂളിംഗ്. ഓക്കെ, ഇനി മൾട്ടി പ്രോസസ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാത്സിൽ പഠിച്ച NP ഹാർഡ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലത്തിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, NP ഹാർഡൊക്കെ പഠിച്ച ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. NP ഹാർഡ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലത്തിൻ്റെ ഒരു എക്സാമ്പിളാണ് മൾട്ടി പ്രോസസർ ഷെഡ്യൂളിംഗ്. അതായത് ദ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഗിവൻ എ സെറ്റ് J of jobs where job Ji has length Li and a number of processors M. What is the minimum possible time required to schedule all jobs in J on M processors such that none overlap? അതായത് നമുക്ക് കുറേ മൾട്ടി പ്രോസസ്സർ ഷെഡ്യൂളിംഗ് ആണ്. നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് ഒരു CPU-ൻ്റെ കേസാണ് അല്ലേ. ഒരു CPU കൊണ്ട് കുറേ പ്രോസസ്സുകളുമുണ്ട്. അതിനെ നമ്മൾ എങ്ങനെ ഷെഡ്യൂൾ ചെയ്യും എന്നുള്ളതിനാണ് കുറേ അൽഗരിതംസും കാര്യങ്ങളും നമ്മൾ പഠിച്ചത്. സോ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരുപാട് പ്രോസസ്സേഴ്സും ഉണ്ട്, ഒരുപാട് പ്രോസസ്സുകളുണ്ട്. ഹൗ വി ആർ ഗോയിങ് ടു ഫേസ് ദിസ് സിറ്റുവേഷൻ, അതാണ് മൾട്ടി പ്രോസസ്സർ ഷെഡ്യൂളിംഗ്. അതൊരു NP ഹാർഡ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലമാണ്. ഇത് നിങ്ങൾ NP ഹാർഡൊക്കെ അൽഗോരിതം എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിക്കുന്നതാണ്. സോ വാട്ട് ഈസ് മൾട്ടി പ്രോസസ്സർ ഷെഡ്യൂളിംഗ്? എന്താണ് മൾട്ടി പ്രോസസ്സർ ഷെഡ്യൂളിംഗ്? ഇൻ മൾട്ടി പ്രോസസ്സർ ഷെഡ്യൂളിംഗ് മൾട്ടിപ്പിൾ CPUs അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ലോഡ് ഷെയറിംഗ് ബിക്കംസ് പോസിബിൾ ആസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദീസ് അവൈലബിൾ പ്രോസസ്സർ. ഒരു CPU മാത്രമല്ല അല്ലേ ഹാൻഡിൽ ചെയ്യുന്നത്, മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് ഉണ്ട്. സോ ഒരാൾ തന്നെ ലോഡിന് ഷെയർ ചെയ്യണമെന്നില്ല. ഈ ഓരോ പ്രോസസ്സറിൽ നമുക്ക് ലോഡിന് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ മൾട്ടി പ്രോസസ്സർ ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ സിംഗിൾ പ്രോസസ്സർ ഷെഡ്യൂളിംഗ് പോലെയല്ല, കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ്. നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ, ഇറ്റ് വിൽ ബി മോർ കോംപ്ലക്സ്. ഇനി മൾട്ടി പ്രോസസ്സർ ഷെഡ്യൂളിംഗ് വിൽ ബി ഓഫ് 2 types. 2 ടൈപ്പാണുള്ളത്, സിമെട്രിക് ഷെഡ്യൂളിങ്ങും സിമെട്രിക് ഷെഡ്യൂളിങ്ങും. അത് തമ്മിലെന്നുള്ള ഡിഫറൻസ് ഒന്നും ഞാൻ വേറെ ഒന്നുമല്ല. ഇവിടെ നമുക്ക് കുറേ CPU ഉണ്ടെങ്കിൽ അതിൽ ഒരു CPU മാസ്റ്ററായിട്ടും ആക്ട് ചെയ്യും, ബാക്കിയെല്ലാം സ്ലേവ്. അതായത് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറുകൾ പഠിച്ചിട്ടില്ലേ, അത് തന്നെയാണ്. ഒരാൾ സെർവറായിട്ട് ആക്ട് ചെയ്യും, മാസ്റ്ററായിട്ട് ആക്ട് ചെയ്യും. അയാളാണ് ഏത് പ്രോസസ്സറിലോട്ടാണ് ഏത് പ്രോസസ്സ് പോകേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ആൾ ഈ മാസ്റ്റർ CPU ആയിരിക്കും. സോ അത് ഞാൻ ഒന്ന് വായിക്കാം. ദിസ് ഷെഡ്യൂളിംഗ് അപ്രോച്ച് ഓൾ scheduling decisions or IO processing and resource allocation, everything. എന്തൊക്കെയാണ് ഷെഡ്യൂളിംഗ് ഡിസിഷനും IO പ്രോസസ്സിങ്ങും റിസോഴ്സ് അലോക്കേഷനും all are handled by a single processor which is called the master processor or server എന്ന് നമുക്ക് പറയാം. and the other processors execute only the user code മാത്രം. യൂസർ കോഡ് എന്ന് പറഞ്ഞാൽ ആ പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗം എന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, so this is simple and reduces the need of data sharing. അപ്പോൾ ഇതുവഴി എന്താണ്,
ഈ ഒരു മാസ്റ്ററിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് ദ തിങ് വിൽ ബിക്കം വെരി ഈസി ആൻഡ് സിമ്പിൾ. ദിസ് എൻ്റെ സിനാരിയോ ഈസ് കോൾഡ് സിമെട്രിക് മൾട്ടി പ്രോസസ്സിംഗ്. ഇനി ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. വാട്ട് വിൽ ബി സിമെട്രിക് അപ്രോച്ച്? സിമെട്രിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ഒരു CPU ഇപ്പം 4 ഉണ്ടെങ്കിൽ 4നും ഒരേപോലത്തെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരാൾ മാസ്റ്ററായിട്ടും ബാക്കിയുള്ളവരെല്ലാം അതിന് താഴെയായിട്ട് നിന്ന് ആക്ട് ചെയ്യുന്ന മെത്തേഡല്ല. ഓൾ ദ പ്രോസസ്സർ വിൽ ഗെറ്റ് ദ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഈക്വൽ ജോബ്. So a second approach uses symmetric multiprocessing where each process is self-scheduling. സെൽഫായിട്ടാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്. ആരെയും കൺട്രോൾ ചെയ്യാനില്ല. അവരവർക്കുള്ള റെഡി ക്യൂവിൽ ആരൊക്കെ വരുന്നോ അവരെ അങ്ങ് എടുക്കുന്നു. സോ ഓൾ പ്രോസസ്സേഴ്സ് മേ ബി ഇൻ എ കോമൺ റെഡി ക്യൂ or each processor may have its own private queue for ready processor. ചിലപ്പോൾ ചില ആർക്കിടെക്ചറിൽ ഓരോ പ്രോസസ്സറിനും ഓരോ റെഡി ക്യൂ ആയിരിക്കും, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു റെഡി ക്യൂ ആണ്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ how we are organizing. So the scheduling proceeds further by having the scheduler for each processor examine the ready queue and select a processor to execute. ഇപ്പോൾ കോമൺ ക്യൂവിലാണ് കിടക്കുന്നതെങ്കിൽ അതിൽ നിന്ന് ഓരോ പ്രോസസ്സറിനെ എക്സാമിൻ ചെയ്ത് എടുക്കുന്നു. ഓക്കെ, ഷെഡ്യൂളർ അല്ല, ഓരോന്നിനും അതിൻ്റെ ഡെഡിക്കേറ്റഡ് റെഡി ക്യൂ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഷെഡ്യൂളർ ചൂസ് ചെയ്ത് കൊടുക്കുന്നു നമ്മുടെ CPU-ന്. ഓക്കെ, സോ അതാണ് സിമെട്രിക് മൾട്ടി പ്രോസസ്സിംഗ്. ഇനി ഈ മൾട്ടി കോർ ആകുമ്പോൾ മൾട്ടി പ്രോസസ്സർ ആകുമ്പോൾ ഉള്ള ഇഷ്യൂസ് എന്താ? മെയിനായിട്ട് 3 ഇഷ്യൂസാണ് വരുന്നത്. ലോക്കിംഗ് സിസ്റ്റം, ഷെയർഡ് ഡേറ്റ, ക്യാഷ് കൊഹറൻസ്. സോ എന്താണ് ലോക്കിംഗ് സിസ്റ്റം? ലോക്കിംഗ് സിസ്റ്റം വേറെ ഒന്നുമല്ല, നമ്മൾ ഇവിടെ ഓരോ പ്രോസസ്സുകളും റിസോഴ്സുകൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. റിസോഴ്സുകൾ ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് ആകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു പ്രോസസ്സറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വേറൊരു പ്രോസസ്സർ കയറി അതിനെ ആക്സസ് ചെയ്യുന്നത്. സോ അവിടെ ഒരു പ്രശ്നം വരും. ഒരാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനെ വേറൊരാൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നു, അപ്പോൾ ഒരു പ്രശ്നം വരും. അപ്പോൾ അതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഒരു ലോക്കിംഗ് സിസ്റ്റം കൊണ്ടുവരാൻ പറ്റും. ലോക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഒരു പ്രോസസ്സർ ഒരു റിസോഴ്സിനെ എടുത്താൽ അത് അവിടെ ലോക്ക്ഡായി, പിന്നെ അത് റിലീസ് ചെയ്യുന്നത് വരെ ആ റിസോഴ്സിനെ ഉപയോഗിക്കാൻ പറ്റില്ല. സോ അപ്പോൾ അവിടെ ഒരു സ്റ്റാർവേഷൻ പ്രശ്നം വരും, ഒരു പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും. അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളാണ് ഈ ലോക്കിംഗ് സിസ്റ്റം വഴി ഉണ്ടാകുന്നത്. ഇനി രണ്ടാമത്തത് ഷെയർഡ് ഡേറ്റ. അതായത് ഒരേ സമയം മൾട്ടിപ്പിൾ പ്രോസസ്സർ സെയിം ഡേറ്റയെ ആക്സസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഈ മൾട്ടി പ്രോസസ്സർ സിസ്റ്റത്തിൽ വരാൻ ചാൻസ് ഉണ്ട്. സോ അവിടെ എന്താണ്, ഡേറ്റയുടെ കൺസിസ്റ്റൻസി നമുക്ക് ഉണ്ട്. ഡേറ്റ കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇൻകൺസിസ്റ്റൻ്റ് ഡേറ്റ ആയിരിക്കും. അതായത് ഒരാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആണെന്നറിയാതെ മറ്റൊരാളെടുത്ത് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു മൾട്ടി പ്രോസസ് സിസ്റ്റത്തിൽ വരും. അപ്പോൾ ഷെയർഡ് ഡേറ്റ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളതും വൺ ഓഫ് ദ മേജർ ഇഷ്യൂ ആണ് ഇവിടെ. ഓക്കെ, ഇനി ക്യാഷ് കൊഹറൻസ്. ക്യാഷ് എന്താണെന്നറിയാമല്ലോ, ക്യാഷ് ടു കോപ്പി. സോ അത് ഞാനൊന്ന് വായിക്കാം. ഇറ്റ് ഈസ് ദ ഷെയർഡ് റിസോഴ്സ് ഡേറ്റ വിച്ച് ഈസ് സ്റ്റോർഡ് ഇൻ ദ മൾട്ടിപ്പിൾ ലോക്കൽ ക്യാഷസ്. സോ എന്താണ്, ഷെയർഡ് റിസോഴ്സ് ഡേറ്റ വിൽ ഓൾവേസ് ബി അവൈലബിൾ ഇൻ ദ മൾട്ടിപ്പിൾ ലോക്കൽ ക്യാഷസ്. അതായത് നമ്മളിപ്പോൾ ഷെയർ ചെയ്ത് ഉപയോഗിക്കേണ്ട റിസോഴ്സ് ഡേറ്റ എല്ലാം മിക്കവാറും എല്ലാ പ്രോസസ്സറുകളിലും ക്യാഷ് കാണുമല്ലോ, ക്യാഷ് മെമ്മറിയിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഒന്ന് വിചാരിക്കുക, സപ്പോസ് ദർ ആർ 2 clients ഹാവ് എ ക്യാഷ്ഡ് കോപ്പി ഓഫ് മെമ്മറി ആൻഡ് 1 client ചേഞ്ചസ് ദ മെമ്മറി ബ്ലോക്ക് ആൻഡ് ദ അതർ ക്ലയൻറ്റ് could be left with the invalid cache without a notification of the changes. So this kind of conflict can be resolved by maintaining a coherence view of the data. So അതായത് ക്യാഷ് കൊഹറൻസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഒരേ റിസോഴ്സ് ഡേറ്റയാണ് നമ്മൾ എല്ലാ പ്രോസസ്സറുകളും ഷെയർ ചെയ്യുന്നത്. ആ ഡേറ്റ ഇപ്പോൾ ഒരു പ്രോസസ്സറിൻ്റെ ക്യാഷിൽ അവൈലബിൾ ആണ്, മറ്റൊരു പ്രോസസ്സറിൻ്റെ ക്യാഷിലും അവൈലബിൾ ആണ്. പക്ഷേ ഒരു പ്രോസസ്സർ ആ ഡേറ്റയിൽ ഒരു മാറ്റം വരുത്തി, അപ്പോൾ മറ്റത് അറിയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ
അവിടെ ഇങ്ങനെ ഇപ്പോൾ ക്യാഷിലൊക്കെ വരുന്ന മാറ്റങ്ങൾ സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ അവിടെ അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരും. ഓക്കെ, ആ ഡേറ്റയിലൊരു കോൺഫ്ലിക്റ്റ് വരും. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ക്യാഷ് കൊഹറൻസ് വഴി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. സോ ഇത്രയും ഇഷ്യൂസാണ് നമുക്ക് ഈ മൾട്ടി പ്രോസസ് സിസ്റ്റത്തിൽ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത്. ഇനി എന്താണ് പ്രോസസ്സർ അഫിനിറ്റി? ഓക്കെ, ഞാൻ വായിക്കാം. വെൻ എ പ്രോസസ് റൺസ് ഓൺ എ സ്പെസിഫിക് പ്രോസസ് ദെയർ ആർ സർട്ടൻ എഫക്ട്സ് ഓൺ ദ ക്യാഷ് മെമ്മറി. ഓക്കെ, the data most recently accessed by the process populate the cache for the process, and as a result successive memory accessed by the processor often satisfied in the cache memory. എന്താണ് ക്യാഷ് മെമ്മറി എന്ന് വെച്ചാൽ? എന്താണ്, ഇപ്പോൾ ഉടനെ നമ്മൾ ആക്സസ് ചെയ്ത എന്ത് ഡേറ്റയും നമുക്ക് നമ്മൾ ക്യാഷിൽ കൊണ്ടിട്ടിട്ട് പിന്നെയും നമ്മൾ യൂസ് ചെയ്യുകയാണ് ആ ഡേറ്റ. ഓക്കെ, അതുകൊണ്ട് നമ്മളത് ക്യാഷിൽ നിന്ന് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി ക്യാഷിൽ കൊണ്ടുവന്നിട്ട്. So now if the process migrates to another processor, the contents of the cache memory must be invalidated for the first processor and the cache for the second processor must be repopulated. ഓക്കെ, സോ ഇപ്പോൾ വിചാരിക്കുക, ഒരു പ്രോസസ്സറിൽ നിന്ന് വേറൊരു പ്രോസസ്സറിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ എന്താണ്, ആദ്യത്തെ പ്രോസസ്സറിൽ ക്യാഷിലായിരുന്നു ഇപ്പോൾ അതിനെ അവിടെ നിന്ന് എടുത്ത് മാറ്റി എന്ത് ചെയ്യണം, നമുക്ക് അവിടെ നിന്ന് ഇൻവാലിഡേറ്റ് ചെയ്ത് ഇവിടുത്തെ പുതുപ്പം വന്ന പ്രോസസ്സറിൽ അതിനെ അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, റീപോപ്പുലേറ്റ് ചെയ്യണം. Because of the cost of invalidating and repopulating caches, most of the SMB systems try to avoid migration of processes from one processor to another and try to keep a process running on the same processor. സോ ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഒരു പ്രോസസ്സിന് വേറൊരു പ്രോസസ്സറിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്, നമ്മുടെ ക്യാഷ് മെമ്മറിയെ നമ്മൾ ഒരിടത്തുനിന്ന് ഇൻവാലിഡേറ്റ് ചെയ്ത് മറ്റൊരു പ്രോസസ്സറിൽ കൊണ്ടുവന്ന് നമ്മൾ റീപോപ്പുലേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ ദ കോസ്റ്റ് ഓഫ് ഇൻവാലിഡേറ്റിംഗ് ആൻഡ് റീപോപ്പുലേറ്റിംഗ് ക്യാഷസ് എന്ന് പറഞ്ഞാൽ, ഒരിടത്തുനിന്ന് ഇൻവാലിഡേറ്റ് ചെയ്ത് മറ്റൊരിടത്ത് കൊണ്ടുപോയി റീപോപ്പുലേറ്റ് ചെയ്യുമ്പോൾ ഉള്ള കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വളരെ കൂടുതലാണ്. ആൻഡ് ഈ മോസ്റ്റ് ഓഫ് ഈ മൾട്ടി പ്രോസസ്സർ സിസ്റ്റത്തിന് തന്നെയാണ് സിമെട്രിക് മൾട്ടി പ്രോസസ്സിങ് എന്ന് പറയുന്നത്. ഈ സിമെട്രിക് മൾട്ടി പ്രോസസ്സിങ് സിസ്റ്റംസിലും ഈ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എപ്പോഴും നോക്കും. അതായത് ഒരു പ്രോസസ്സറിനെ കിട്ടിയാൽ അവിടെ വെച്ച് തന്നെ അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. പിന്നെ അതിനിടയ്ക്കൊരു മൈഗ്രേഷനിലോട്ടൊന്നും പോവാതെ തന്നെ അവിടെ വെച്ച് തന്നെ ഹാൻഡിൽ ചെയ്യാൻ നോക്കുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ പ്രോസസ്സർ അഫിനിറ്റി എന്ന് പറയുന്നത്. പ്രോസസ്സർ അഫിനിറ്റി രണ്ട് ടൈപ്പാണുള്ളത്, സോഫ്റ്റ് അഫിനിറ്റിയും ഹാർഡ് അഫിനിറ്റിയും. അപ്പോൾ സോഫ്റ്റ് അഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാസ് എ പോളിസി ഓഫ് അറ്റംപ്റ്റിംഗ് ടു കീപ്പ് എ പ്രോസസ് റണ്ണിങ് ഓൺ ദ സെയിം പ്രോസസർ ബട്ട് നോട്ട് ഗ്യാരണ്ടിങ് ഇറ്റ് വിൽ ഡു സോ, ദിസ് സിറ്റുവേഷൻ ഇസ് കാൾഡ് സോഫ്റ്റ് അഫിനിറ്റി. അതായത് എന്താണ് പറയുന്നത്, പ്രോസസ്സർ അഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു CPU-യിൽ നിന്ന് വേറെ ഒന്നിലോട്ട് ഒരു പ്രോസസ്സിനെ ഒരു CPU-യിൽ നിന്ന് മറ്റൊന്നിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകാത്തതിനെയാണ് നമ്മൾ പ്രോസസ്സർ അഫിനിറ്റി എന്ന് പറയുന്നത്. പക്ഷെ പ്രോസസ്സർ അഫിനിറ്റി അങ്ങനെ ഒരു പോളിസി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു. പക്ഷേ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് എൻഷുർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് പ്രോസസ്സർ അഫിനിറ്റിയാണ് നമ്മൾ സോഫ്റ്റ് അഫിനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോഫ്റ്റ് അഫിനിറ്റി അവിടെ അങ്ങനെ ഉണ്ടാവില്ല, മൈഗ്രേഷൻ ഉണ്ടാവില്ല എന്ന് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്നില്ല, ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് സോഫ്റ്റ് അഫിനിറ്റി. എന്നാൽ ഹാർഡ് അഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അങ്ങനെ ഒരു പോളിസിയുമുണ്ട്, അതിനെ നമ്മൾ മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല തന്നെ. സോ സം സിസ്റ്റംസ് സജസ്റ്റ് ലിനക്സ് ഓൾസോ പ്രൊവൈഡ് സം സിസ്റ്റം കോൾസ് ദാറ്റ് സപ്പോർട്ട് ഹാർഡ് അഫിനിറ്റി വിച്ച് അലൗസ് എ പ്രോസസ് ടു മൈഗ്രേറ്റ് ബിറ്റ്വീൻ പ്രോസസ്സ്. അപ്പോൾ അതായത് ചില സിസ്റ്റത്തിൽ മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്നും ചില സിസ്റ്റത്തിൽ ചെയ്യാൻ പറ്റില്ല എന്നുമുള്ള പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ആ പോളിസിക്ക് അനുസരിച്ച് അഫിനിറ്റി പ്രൂവ് ചെയ്യാൻ അവിടെ
സാധിക്കുന്ന ടൈപ്പ് പ്രോസസ്സറുകളെയാണ് നമ്മൾ ഹാർഡ് ഡെഫിനിറ്റീവ് പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതായത് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന പോളിസി പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ പറ്റില്ല എന്നും, പറ്റുമെന്നാണ് പറയുന്നതെങ്കിൽ പറ്റും എന്നും പറയുന്ന രീതിയിൽ അതിനെ ആക്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ഹാർഡ് ഡെഫിനിറ്റീവ് മൾട്ടി പ്രോസസ്സർ സിസ്റ്റമാണ്. ഓക്കെ, ഇവിടെ ലിനക്സ് എന്ന് പറയുന്നത് ഹാർഡ് ഡെഫിനിറ്റിയാണ്. അവിടെ എന്താണ് അലോ ചെയ്യുന്നത്? അലോ പ്രോസസ് ടു മൈഗ്രേറ്റ് ബിറ്റ്വീൻ പ്രോസസ്സേഴ്സ്. മൈഗ്രേറ്റ് ചെയ്യാൻ അനുവദിക്കുന്ന രീതിയിലുള്ള ഹാർഡ് ഡെഫിനിറ്റിയാണ് ഏതിലുള്ളത്? ലിനക്സിലുള്ളത്. ഓക്കെ, ഇനി ലോഡ് ബാലൻസിങ്. ലോഡ് ബാലൻസിങ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. അതായത് ഒരുപാട് പ്രോസസ്സേഴ്സ് കാണുമല്ലോ. ആ പ്രോസസ്സേഴ്സിലെല്ലാത്തിലും കൂടെ വർക്ക് ലോഡ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലോഡ് ബാലൻസിങ് എന്ന് പറയുന്നത്. ലോഡ് ബാലൻസിങ് എന്ന് പറയുന്നത് load balancing is necessary only on systems where each processor has its own private queue of processors which are eligible to execute. അതായത് ലോഡ് ബാലൻസിങ് നെസസറി ആയിട്ട് അതായത് അത്യാവശ്യമായിട്ടുള്ളത് ഈ ഓരോ പ്രോസസ്സറുകൾക്കും അതിൻ്റേതായ പ്രൈവറ്റ് ക്യൂ ഉള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ എന്താണ്, ചില പ്രോസസ്സറുകൾക്ക് ചില പ്രോസസ്സർ കിട്ടുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിന് ലോഡ് കുറവായിരിക്കും, ചില പ്രോസസ്സറുകൾക്ക് കിട്ടുമ്പോൾ അത് കൂടുതലായിരിക്കും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാം. അത് ഇല്ലാതാക്കാൻ വേണം നമ്മൾ ലോഡ് ബാലൻസിങ് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ളത്. ലോഡ് ബാലൻസിങ് ഈസ് അൺനെസസറി ബിക്കോസ് വൺസ് എ പ്രോസസ്സർ ബിക്കംസ് ഐഡിൽ ഇറ്റ് ഇമ്മീഡിയറ്റ്ലി എക്സ്ട്രാക്ട്സ് എ റണ്ണബിൾ പ്രോസസ്സർ ഫ്രം ദ കോമൺ റൺ ക്യൂ. On SMB, it is important to keep the workload balanced among all processors to fully utilize the benefits of having more than one processor. Else, one or more processor will sit idle while other processors have high workloads along with the list of processors awaiting the CPU. എന്ന് വെച്ചാൽ എന്താ, അതായത് നമ്മൾ ഈ മൾട്ടി പ്രോസസ്സർ സിസ്റ്റംസിലെല്ലാം SMB സിസ്റ്റംസിലെല്ലാം നമ്മൾ ഈ SMB എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഷെയർഡ് മൾട്ടി പ്രോസസ്സർ സിസ്റ്റംസ് എന്നാണ്. ഓക്കെ, പക്ഷേ ഈ SMB സിസ്റ്റംസിലെല്ലാം നമ്മൾ എൻഷുർ ചെയ്യേണ്ടത് എല്ലാ പ്രോസസ്സറുകൾക്കും ഈക്വലി വർക്ക് ലോഡ് കിട്ടുന്നുണ്ട് എന്ന് വേണം നമ്മൾ എൻഷുർ ചെയ്യേണ്ടത്. ഇല്ല എങ്കിൽ എന്താ പറ്റുന്നത്, ചില പ്രോസസ്സറുകൾ ഐഡിലായിട്ടിരിക്കുകയും ചെയ്യും, ചില പ്രോസസ്സറുകൾക്ക് ഹൈ വർക്കും കിട്ടും. അവസാനം എന്താണ്, ലോഡ് ബാലൻസിങ് ശരിയാകാത്തത് കാരണം ചില പ്രോസസ്സറുകൾ അടിച്ചു പോകുന്ന അവസ്ഥയും ചില പ്രോസസ്സറുകൾ ഫൈനായിട്ട് നിൽക്കുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടാകാം. ഓക്കെ, സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈക്വലി അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആർക്കും ഒരു മുൻഗണനയില്ല, ഒരു ഒന്നുമില്ല. ഈക്വലി വി ഹാവ് ടു ഡിസ്ട്രിബ്യൂട്ട് അവർ വർക്ക് ലോഡ് ഈവൻലി ടു എവറി പ്രോസസ്സേഴ്സ്. ഓക്കെ, ഇനി ലോഡ് ബാലൻസിങ്ങിന് വേണ്ടി രണ്ട് ടൈപ്പ് അപ്രോച്ചസ് ആണുള്ളത്, പുഷ് മൈഗ്രേഷനും പുൾ മൈഗ്രേഷനും. പുഷ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ, in push migration, a task routinely checks the load on each processor, and if it finds an imbalance, then it evenly distributes load on each processor by moving the processes from overloaded to idle or less busy processors. അതായത് എന്താണ്, പുഷ് മൈഗ്രേഷനിൽ സിസ്റ്റം എന്താണ്, റൂട്ടീനായിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രോസസ്സറുകൾക്കും ഒരുപോലെയാണോ വർക്ക് ലോഡ് എന്നിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. എവിടെയെങ്കിലും ഒരു ഇംബാലൻസ് വരികയാണെങ്കിൽ എന്താണ് ചെയ്യുന്നത്, ഇത് വർക്ക് ലോഡ് കുറഞ്ഞ സ്ഥലത്തുനിന്ന് കൂടുതൽ, അല്ലെങ്കിൽ ഐഡിലായിട്ടിരിക്കുന്ന ആരെന്ന് നോക്കിയിട്ട് ഓവർലോഡായിട്ടുള്ള പ്രോസസ്സറിൽ നിന്ന് അങ്ങോട്ട് പ്രോസസ്സുകളെ മൈഗ്രേറ്റ് ചെയ്ത് കൊടുക്കും. മൈഗ്രേറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഹാർഡ് ഡെഫിനിറ്റി ആണോ സോഫ്റ്റ് ഡെഫിനിറ്റി ആണോ നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നതെന്ന് ശ്രദ്ധിച്ച് വേണം മൈഗ്രേഷൻ കൊടുക്കാനുള്ളത്. സോ അങ്ങനെ ഇതാണ് പുഷ് മൈഗ്രേഷൻ. ഇനി പുൾ മൈഗ്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്, പുൾ മൈഗ്രേഷൻ occurs when an idle processor pulls a waiting task from a busy processor for its execution. മറ്റതെന്തായിരുന്നു,
ആരാണ് പ്രോസസ്സറിൽ ആരാണ് ഐഡിയലായിട്ടിരിക്കുന്നത് നോക്കിയിട്ട് നമ്മളെടുത്ത് പ്രോസസ്സറിലേക്ക് കൊണ്ടു കൊടുക്കുകയാണ്. ഇവിടെ പുൾ മൈഗ്രേഷനിൽ എന്താണ്, പ്രോസസ്സർ ഐഡിയലായിട്ടിരുന്ന പ്രോസസ്സറാണ് വലിച്ചെടുക്കുന്നത്. ഏതെങ്കിലും ബിസി ആയിട്ടുള്ള പ്രോസസ്സറിൽ പോയിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു പ്രോസസ്സറിനെ വലിച്ചിങ്ങെടുക്കും. ഓക്കെ, അതാണ് പുൾ മൈഗ്രേഷൻ. ഓക്കെ, രണ്ട് രീതിയിൽ നമുക്ക് ലോഡ് ബാലൻസിങ് ചെയ്യാൻ പറ്റും. പുഷ് മൈഗ്രേഷനും പുൾ മൈഗ്രേഷനും. പുഷ് മൈഗ്രേഷൻ ആണെങ്കിൽ നമ്മുടെ സിസ്റ്റമാണ് പ്രോസസ്സറിനെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഡിസൈഡ് ചെയ്യുന്നത്. പുൾ മൈഗ്രേഷൻ ആണെങ്കിൽ പ്രോസസ്സർ തന്നെയാണ് തീരുമാനിക്കുന്നത് ഏത് പ്രോസസ്സിനെ സ്വീകരിക്കണമെന്ന്. അത് തന്നെയാണ് പുൾ ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ മൾട്ടി പ്രോസസ് സിസ്റ്റംസിൽ പഠിക്കാനുള്ളത്. ഓക്കെ.